18,874 വോട്ടിൽ ജയിച്ചിട്ട് ഇതുപോലത്തെ വർത്താനം പറയാൻ ഈ ഗോവിന്ദന് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാൻ മറന്നുപോയി. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി ഈ കുടുംബത്തിൻ്റെ കൂടെയാണെന്ന് പറയുക, എന്നിട്ട് പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ ജയിലിൽ സ്വീകരിക്കാൻ വിട്ട് കുറച്ചുകൂട്ടി അങ്ക് മേടിച്ചു തന്ന ഒരാളാണ്. ഞാൻ ഒന്നും പറയില്ല പുള്ളിയെ പറ്റി. ഞാൻ അദ്ദേഹത്തോടൊന്നും പറയില്ല. അദ്ദേഹത്തിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഒരുപാട് സംഭാവനകളുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ആക്കി തന്നതിന്. പിന്നെ അദ്ദേഹത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ CPM-നെ 2ാം സ്ഥാനത്താക്കി അദ്ദേഹം. കാരണം പിണറായി വിജയനോട് കടപ്പാടുള്ള ആളല്ലേ. ഈ കള്ളപ്പണ കേസിലെ പ്രതിയാവേണ്ട ആളെ സാക്ഷിയാക്കിയതല്ലേ, മഞ്ചേശ്വരം കൊലക്കേസിൽ രക്ഷപ്പെടുത്തിയ ആളല്ലേ. അദ്ദേഹം നന്ദി കാണിച്ചു, അത്രയേ ഉള്ളൂ. എനിക്ക് കണ്ടകശനിയാണ്, കണ്ടകശനി എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത്. മുഴുവൻ BJP CPM നേതാക്കളെല്ലാവരും മത്സരിച്ച് എൻ്റെ സ്ഥാനം തെറിക്കും എന്തെല്ലാമാണ് അവർ പറഞ്ഞത്. അതൊന്നും സാരമില്ല, ഞാനതൊന്നും ഇലക്ഷൻ കാലത്ത് അങ്ങനെ പറഞ്ഞു. വ്യക്തിപരമായി ഒരുപാട് ആക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും സാരമില്ല. അതൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെട്ട ആളുകളാണ്. എനിക്ക് അതിനൊന്നും ഒരു വിദ്വേഷമില്ല, ഒന്നുമില്ല. കാരണം ജനങ്ങൾ നമ്മളോടൊപ്പമാണ് എന്ന് അവർ തെളിയിച്ചു. ഇതുപോലുള്ള ഇതിനേക്കാൾ വലിയ വിജയം എങ്ങനെ നൽകുമല്ലോ? ഇതിനേക്കാൾ വലിയ വിജയം അവരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വലിയ ഉജ്ജ്വലമായ വിജയം കൂടി ആയിട്ടില്ല, ഭൂരിപക്ഷം ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. അവരുടെ കേരളത്തിലെ ഒരു സാന്നിധ്യവും തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി. അല്ലല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മളായില്ലല്ലോ, എത്തിയില്ലല്ലോ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ 2024 ഭൂരിപക്ഷത്തിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞു. അല്ല പോട്ടെ, മുകളിലേക്ക് പോട്ടെ, എത്തിയിട്ടില്ലല്ലോ. Yes.